കുറച്ച് ദിവസമായിട്ട് എനിക്ക് പനി പിടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ദേ ഇന്ന് ഇത്തിരി ഉഷാറായിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി കോക്കനട്ട് പൗഡറൊക്കെ കുടിച്ച് ഉഷാറൊക്കെ വരുത്തിയിട്ട് നമുക്ക് കുക്കിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇന്നാണെങ്കിൽ മിതേഷേട്ടന് ഡ്യൂട്ടി ഉള്ളൊരു ദിവസമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു മിതേഷേട്ടൻ വരുമ്പോഴേക്കും നല്ലൊരു ഊണ് റെഡിയാക്കാമെന്ന് കേട്ടോ. നല്ല വിശന്നിട്ടാവില്ല വരിക ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ. മിതേഷേട്ടന് നാടൻ ഫുഡുകളാണ് കേട്ടോ ഇഷ്ടം, ഈ ചോറും കറികളും അങ്ങനെയൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു ചോറും പിന്നെ ചിക്കൻ കറിയും ഇത്തിരി ഉരുളൻകിഴങ്ങൊക്കെ ഇട്ട് ഇത്തിരി ചാറോടക്കനെ കൂടെ വെക്കില്ലേ നാടൻ കറി, അങ്ങനൊരു ഗ്രേവിക്കുള്ളൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനത്തെ എല്ലാ മസാലയൊക്കെ ചൂടാക്കി ഞാൻ അങ്ങനെ പരട്ടി വെച്ചു. ആദ്യം ആൾക്ക് നോൺ വെജിൽ ഏറ്റവും ഇഷ്ടം ഫിഷാണ് കേട്ടോ. പക്ഷേ എനിക്കിന്ന് വയ്യാത്ത കാരണം ഷോപ്പിൽ പോയി അതൊന്നും മേടിക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ ചിക്കൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം പിന്നെ അതാണ് ചിക്കൻ കറിയാക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഫ്രൈക്കുള്ള കുറച്ച് ചിക്കനും മസാലയൊക്കെ പരട്ടി ഞാൻ മാറ്റി വെച്ചു കേട്ടോ. പിന്നെ വേഗം കറിക്ക് വേണ്ട സാധനങ്ങളെല്ലാം നുറുക്കി വെച്ചു കേട്ടോ. ഇനി ഇതെല്ലാം കൂടി വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് വഴറ്റി പിന്നെ മസാല പരട്ടിയ ചിക്കനും ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ മൂടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചിക്കൻ കറി റെഡി ആയിക്കോളും. അങ്ങനെ അത് റെഡി ആയി വരുമ്പോഴേക്കും ഞാൻ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും വേപ്പിലൊക്കെ ഇട്ട് ചിക്കൻ കറി, നാടൻ ചിക്കൻ കറി റെഡി ആയിട്ടോ. ചിക്കൻ കറി മാത്രമല്ല കേട്ടോ, പരിപ്പും മുരിങ്ങക്കോലും തക്കാളിയും ഒക്കെ ഇട്ട് തേങ്ങ പച്ചരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ചാറ് കറിയും കൂടിയും ഓൾറെഡി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് മാത്രമല്ല കേട്ടോ, പിന്നെ കുറച്ച് ചെമ്മീൻ തീയലും ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ഞാൻ 2 ദിവസം മുൻപേ വെച്ച് ഫ്രിഡ്ജിൽ വെക്കണതാണ് കേട്ടോ. ഇപ്പോൾ കഴിയാറായി. അപ്പോൾ അതും കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. ഇന്നത്തേക്കാണ് കേട്ടോ ടേസ്റ്റ് കൂടണത് ശരിക്കും. പിന്നെ ഇതേ മിതേഷേട്ടൻ വന്നു. അപ്പം ഞാൻ വേഗം ചൂടോടക്കനെ ചിക്കൻ വറക്കാനായിട്ടിട്ടു. അങ്ങനെ ചോറും കറികളും എല്ലാം വിളമ്പി ഒരു പപ്പടം കൂടി ഭംഗിക്ക് വറുത്തു കേട്ടോ. അങ്ങനെ മിതേഷേട്ടന് കൊടുത്തു. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.